ഹലോ, ഇന്ന് ലക്ഷദ്വീപിലെ ഡേ 2 ആണ്. ഡേ 1 വീഡിയോ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ 2 സ്റ്റാർട്ട് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് എന്നായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് പുട്ടും കടലക്കറിയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഏകദേശം അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഇന്നത്തെ ദിവസമാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് സ്നോർക്കലിംഗ് ആണ്. അപ്പോൾ സ്നോർക്കലിംഗ് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ബോട്ട് വന്ന് ഞങ്ങളുടെ ജേർണി അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി വെള്ളത്തിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, വൊമിറ്റ് ചെയ്യുമെന്ന്. പക്ഷെ ആരും അങ്ങനെ വൊമിറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കരയായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കടലിൻ്റെ കളറും മാറാൻ തുടങ്ങി. ആദ്യമേ ഒരു ലൈറ്റ് ബ്ലൂ ആയിരുന്നത് പിന്നെ മീഡിയമായി, പിന്നെ അകത്തോട്ടെത്തും തോറും ഡാർക്കായി തുടങ്ങി. ഈ കടലിലോട്ടുള്ള ട്രാവൽ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. ഉൾക്കടലിലോട്ട് കയറും തോറും ടൈഡ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വന്നു. അപ്പം നമ്മുടെ ബോട്ട് ഒരു സീസോ പരുവത്തിലായിരുന്നു പോകുന്നത്. കടലിൽ കൂടെ അങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്ത് ഞങ്ങൾ സ്നോർക്കലിങ്ങിന് മുമ്പേ ആയിട്ട് ഒരു ഐലൻഡിലോട്ടാണ് പോയത്. അപ്പോൾ ഐലൻഡ് എത്താറായെന്ന് തന്നെ അറിയുന്നത് ആ ഒരു കളർ ചേഞ്ച് വെച്ചിട്ടാണ്. ഈ ഒരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെങ്കിലും കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു. ഇവിടെ നമ്മൾ കുളിക്കാനായിട്ട് ഇറങ്ങി കുറച്ച് അങ്ങോട്ടേക്ക് നടന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു വൈറ്റായിട്ട് കാണുന്ന പോർഷൻ മാത്രമാണ് അത്യാവശ്യം നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. ആ ഒരു ബ്ലൂ കളർ ഏരിയയിലോട്ട് കയറുമ്പോഴേ നല്ല സ്റ്റീപ്പായിട്ടാണ് പോകുന്നത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പേടിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നൈസിന് ഒരു കട്ടനൊക്കെ അടിച്ച് ഞങ്ങൾ അടുത്ത സ്നോർക്കലിംഗ് പോയിൻറ്റിലോട്ട് വിട്ടു. ഇതാണ് നമ്മുടെ സ്നോർക്കലിംഗ് പോയിൻറ്റ്. സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കോറൽസിൻ്റെ പ്രസൻസ് വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഈ കടൽ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് പാച്ചസ് ആയിട്ട് കിടക്കുന്നതാണ്. ചില പോർഷൻ ഭയങ്കര ഡാർക്ക്, ചില പോർഷനിൽ ലൈറ്റ് ബ്ലൂ, അങ്ങനെയുള്ള രീതിയിൽ കിടക്കുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറൽസ് ആണ് കാണിക്കുന്നത്. അതായത് കോറൽസ് ഉള്ള പോർഷൻ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ ഏരിയയിലോട്ടായിരിക്കും നമ്മൾ സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് മാസ്കും ലൈഫ് ജാക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ഫുഡ് വെയറും ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കോറൽസിൽ തട്ടിയിട്ട് കാല് മുറിയാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് സ്നോർക്കലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കണ്ട വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർ ഫിഷ്, കോറൽസ്, പിന്നെ നിമോ, പിന്നെ അതുപോലുള്ള വേറെ കുറേ ഫിഷസ്, പിന്നെ പണ്ട് മുങ്ങിപ്പോയ ഒരു ബോട്ടിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് തിണക്കര ഐലൻഡിൽ പോയി ലഞ്ചും കഴിച്ച് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു വ്യൂ കണ്ടത്. ഇതാണ് നമ്മുടെ മീര. ലക്ഷദ്വീപുകാരുടെ ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ നാടൻ കള്ള് പോലെ ഇരിക്കും, പക്ഷേ ആൽക്കഹോൾ കണ്ടൻ്റ് ഇല്ല. ഞങ്ങളങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബോട്ടിൽ വാങ്ങി. അങ്ങനെ മീരയൊക്കെ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ അടുത്ത സ്നോർക്കലിംഗ് സ്പോട്ടിലോട്ട് പോയി. ഇത്തവണ കുറച്ച് ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് നിന്നായിരുന്നു നമ്മൾ സ്നോർക്കലിംഗ് ചെയ്തത്. അങ്ങനെ 2 സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ടയേർഡായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത ഒരു പുള്ളി വന്നത്. പുള്ളി വന്ന് എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. ലക്ഷദ്വീപിലെ ആൾക്കാരെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അവർ ഭയങ്കര ഓണസ്റ്റുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ ഞങ്ങളെ ട്രീറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ തന്നെ വന്ന ഒരു ഗസ്റ്റിനെ പോലെ ആയിരുന്നു. അങ്ങനെ പുള്ളിയായിട്ട് ഞാനൊരു ഫോട്ടോയും എടുത്തു. ഡേ 1 വീഡിയോയിൽ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന സീനെന്ന് പറയുന്നത് നടക്കുന്നത് രാത്രി 2:30 ആ ഒരു ടൈമിലായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. എല്ലാവരും നല്ല കംഫർട്ടബിളും ആയിരുന്നു. സോ ഒരു ഫുൾ ഡേ നമ്മൾ കടലിൽ സ്പെൻഡ് ചെയ്തിട്ട് കരയിലോട്ട് എത്താറായിരിക്കുകയാണ്. ഒരു 6 ഞങ്ങൾ കരയെത്തി. തിരിച്ചെത്തിയപ്പോഴത്തേക്കും എൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ സൺസെറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി ഫ്രഷപ്പായിട്ട് ഞാൻ വന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് എനിക്ക് കിട്ടി. സോ ഇതാണ് ലക്ഷദ്വീപിലെ ഡേ 2 അഡ്വഞ്ചേഴ്സ്.